ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? നേരത്തെ ഗായ്സ്, നമ്മൾ എവിടെയുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? തട്ടോട് തട്ടോട് യൂട്യൂബിലാണ് നീ ഫുള്ള് നമ്മള് തട്ടുകൊടുത്ത് പറഞ്ഞതല്ല. അർച്ചനയുണ്ട്, സാന്ദ്രയുണ്ട്, ഹായ് ഗൈസ്, ഉണ്ട്. നമ്മൾ വരുമ്പോ എടുക്കാൻ നമ്മൾ ഞാൻ എടുക്കും. നിങ്ങൾ ഇത്രയും വെറൈറ്റി ഇവിടെ എവിടെയും കണ്ടിട്ടുണ്ടോ? അണ്ടർഗ്രൗണ്ട് ആണ് ഇത്. പേടിച്ചു. നമ്മള് തൻസൂന്റെ വീട്ടിൽ നോമ്പ് തുറക്കി വന്നിരിക്കുകയാണ്. നോമ്പ് തുറ നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡൈനിങ്. ഓ വൈബ്, മഴയും കൊണ്ട് സെറ്റ്. കണ്ടോ കണ്ടോ? അകത്ത്, ഇത് പുറത്ത് ടെറസിൽ. പിന്നെ വാർഡ് മെമ്പറെ വീടായോണ്ട് കള്ളന്മാരൊന്നും കൊണ്ടുപോകില്ലാന്ന് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കാത്ത പോലെ എടുക്കും. ഒരു പണിയെടുക്കുന്നത്. ഇതെന്റെ സീറ്റാവേ, ഇത് പറയാനും എടുക്കണം. ഞാൻ അന്ന് വന്നപ്പോ നീ ഇപ്പറ ഞാനാ എവിടെയാ പോരെ. തൻസുവിന്റെ വീട് അടിപൊളി വീടാണ്, നല്ല ഫുള്ള് വൈബാണ്. തൻസ് പണിയെടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇൻട്രോ പറഞ്ഞിട്ടില്ല. ഇൻട്രോ ഈ എടുത്തോണ്ടിരിക്കുന്ന. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ്, ലൈക്ക്, ബാക്കിയെല്ലാം ഇന്ന് തന്നെ അപ്ലോഡ് ആവും. രാത്രി കഴിഞ്ഞ വീഡിയോന്റെ എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാനാണ് എഡിറ്റ് ചെയ്തത്. ഞാൻ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് കോപ്പി റൈറ്റ് വരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടത് എഡിറ്റ് ചെയ്ത് പാട്ട് കളയാൻ ഞാൻ എങ്ങനെയാണ് കറക്റ്റ് കോപ്പി റൈറ്റ് ഇറേസ് ചെയ്ത് എനിക്ക് അത് കാര്യം അറിയാം. ഞാന് ഇത് ഇട്ടപാട് 2 സെക്കൻഡ്, ഞാൻ ആ ബ്ലോക്ക് 4 മിനിറ്റ് എത്തുമ്പോഴേക്കും എനിക്ക് മറ്റേ മെയിലിന്റെ അകത്ത് യുവർ കണ്ടന്റ് ഹാസ് ബീൻ റിമൂവ്ഡ് ഡ്യൂ ടു കോപ്പി റൈറ്റ്. നെഞ്ചു പെട്ടെന്ന് കിടങ്ങിപ്പോയി. ഇവിടെ ഭയങ്കര വൈബാണ്. നമ്മൾ സ്ഥലം കാണിച്ചു തരാം. വേറെ ഇവിടുന്ന് വീണ കിണറ്റിലോട്ട് ഫോണും മിക്കവാറും പോയി. ഓക്കെ ഇതെന്താ ഫുൾ വൈബായി. ഇവിടുന്ന് ബാക്കി ആരും വന്നിട്ടില്ല. നിങ്ങൾ ഈ VIP വീഡിയോ കാണുന്നത് വേറെ ആരെങ്കിലും അത് കട്ട് ചെയ്യാം. നിങ്ങൾ വരാത്ത നിങ്ങളുടെ നഷ്ടം. നിങ്ങൾ വരണ്ടേ മാത്രം. ഒന്നിനും വരൂല. എല്ലാരും കണ്ടോ? നമ്മൾ നാളെ എമ്പുരാൻ കാണാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് ഡേ തേർഡ് ഷോ 12:30. നമ്മളെല്ലാരും ഉണ്ട് സിനിമ കാണാൻ. അന്നെ ഒഴിച്ച് ബാക്കി എല്ലാരും. അന്നെ ആദ്യം തന്നെ നമ്മളോട് പറയാം. തൻസു അന്നെ ഒഴിച്ച് നമ്മള് ബാക്കി എല്ലാരും ഉണ്ട്. അവര് മിസ്സാക്കട്ടെ. കണ്ടാ രാവിലെ 6 മണിക്കാ ഫാൻ ഷോ പോവാൻ. രാവിലെയാ? പരീക്ഷയ്ക്ക് പഠിക്കാൻ പോലും 6 മണിക്ക് ഞാൻ എണീച്ചിട്ടില്ല. അതിന് പോകുന്ന എത്ര ആൾക്കാരുണ്ടാവും അറിയോ? ഞാൻ എണീച്ചിട്ടില്ല. 9 മണിയായിട്ട് ഞാൻ എണീച്ചിട്ടില്ല. എക്സാം ഇവള് ഉറങ്ങലില്ല. പിന്നെ എണീക്കണ്ട. ഇത് കണ്ട എസ്തറ്റിക് ആയിട്ട് നല്ല എണ്ണം കൊടുത്ത സ്റ്റോറി. അവരും കാണണ്ട. അവര് നമ്മളെ കൂട്ടാണ്ട് പോയി. എസ്തറ്റിക് ആയിട്ട് ഫുഡ് വന്നിട്ടാകുമ്പോ ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി അല്ല സ്നാപ്പ് അയച്ചാ. ഞാൻ സ്നാപ്പ് അയക്കാം. എല്ലാരും ഞാൻ അയക്കും. പിന്നെ നമ്മൾ ഇൻട്രോ പറഞ്ഞു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പറഞ്ഞു തോന്നല്ലേ. നമ്മുടെ ഇന്നത്തെ പരിപാടി തൻസുവിന്റെ വീട്ടില്
എന്റെ ഫസ്റ്റ് നോമ്പ് തുറയത് ഞാൻ നോമ്പ് ചെറുതായിട്ട് എടുത്തിട്ടാണ് വന്നത്. ഞാൻ രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നോമ്പിന്റെ കാര്യം ഓർത്തത്. അപ്പൊ പിന്നെ ഞാൻ രാവിലത്തെ കഴിച്ചിട്ട് ഉച്ചക്കത്തൊന്നും കഴിച്ചില്ല. ഞാൻ ചെറുതായിട്ട് നോമ്പെടുത്ത് ഞാൻ ആകെ വെള്ളങ്ങൾ മാത്രം കുടിച്ചു. എന്നുവെച്ചാൽ ഷെയ്ക്കും ഫലോദിയും മാത്രം. ഞാൻ ഉച്ചക്ക് ചോറ് വേറെ വഴിയില്ല. ഞാൻ ഇന്നലെ രാത്രി രാവിലെ വരെ അങ്ങനെ വിശക്കുന്നുണ്ടോ? കോഴികൾ ഉണ്ടോ? തൻസുവിന്റെ കോഴിയാണോ അത്? റിയാക്ഷൻ. ഓ വാവ്, വണ്ടികൾ. ഓ വാവ്, എന്ത് സുഹൃത്തുക്കളെ, പ്രകൃതി മനോഹാരിത കാണുന്നുണ്ടോ? ഈ കുഴലിലൂടെ ഊത് പോയത് പോട്ടെ. സുഹൃത്തുക്കളെ, നമുക്ക് തൻസുവിന്റെ വീട് റിവ്യൂ ചെയ്യാം. ഇത് തൻസുവിന്റെ വാഷേഴ്സ്, ഇത് തൻസുവിന്റെ വാഷിംഗ് മെഷീന്, ഇത് തൻസുവിന്റെ തുന്നരുന്ന സ്ഥലം, തൻസുവിന്റെ വേസ്റ്റ് ഔട്ടല്ല തുണിക്കൊട്ട, ഇത് തൻസുവിന്റെ കട്ടില. അടുക്കള നമ്മള് കാണിച്ചല്ലേ, ഇത് കിടില അടുക്കള. ഇത് തൻസുവിന്റെ TV, ഇത് തൻസുവിന്റെ ആരുടെയോ റൂം, കൂളറൊക്കെ ഉണ്ട്. ഓക്കെ, തൻസുവിന്റെ അത് നോക്കൂ നിങ്ങൾ. വേറെ ഒരു സാധനം കാണിച്ചു തരാം. ഇതൊന്നും പള്ളിയിലച്ഛന്റെ ഫോട്ടോ. സംഭവം എന്താന്ന് വെച്ചാ A+ വാങ്ങിച്ചത് നമ്മളാണ്. നമ്മളെ ഫോട്ടോ ഇത്ര ചെറുത്, പള്ളിയിലച്ഛന്റെ ഫോട്ടോ എന്തിന്റെ ആവശ്യമില്ല. സ്കൂൾ മാനേജർ. അതെ, ഇന്നേ വരെ സ്കൂളിൽ പോലും വന്നിട്ടില്ല ചങ്ങായി. എന്റെ ഫോട്ടോയിൽ ഞെളിഞ്ഞു നിൽക്കും. അവൾ അത് കട്ടാക്കി കളഞ്ഞു. ബുദ്ധിമുട്ടാണ് കണ്ടോ, നല്ല ഗിൽറ്റ് വെച്ചാണ് പൊതിഞ്ഞത്. പിന്നെ ഇത് ഭയങ്കരമായിട്ട് പബ്ലിക് എക്സാം പ്ലാനിങ് ഒക്കെ ആയിരുന്നു. എല്ലാം വെള്ളത്തിലായി. ഇംഗ്ലീഷ് മാത്രമേ ഇവിടെ കാണുള്ളൂ, ബാക്കിയെല്ലാം കത്തിച്ച് കാണും. ഓക്കെ, നമ്മുടെ സ്കൂൾ യൂണിഫോം. ഓ ഗോഡ്, ഇതെന്ത് സ്കൂളിലെ സെന്റ് ജോസഫ് HSS പേരാവൂർ. ഓ ഗോഡ്, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? സ്വതന്ത്രം പുച്ഛിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ട് തൻസിന് വെട്ടുന്ന പുച്ച. ഇത് കണ്ടോ, അവളുടെ കഴിവുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മളെല്ലാരെയും കാണിച്ചു തരാം. ആരെയോ മേത്ത് പോയിച്ചോട്ടെ ഗൈസ്, എല്ലാവരുടെയും കൈ കാണുന്നുണ്ട്. ഓക്കെ, മുമ്പിലോട്ട് വാ. അർച്ചനെ കാണുന്നുണ്ട്, സാന്ദ്രനെ കാണുന്നുണ്ട്, ആരെങ്കിലും എത്തി വലിയ. ഓക്കെ ഗൈസ്, ഇത്രയൊക്കെ നിങ്ങൾ കണ്ടാൽ മതി. ഇതിലെന്തൊക്കെയോ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. തൻസിന് ക്യൂട്ട്നെസ് അറിയുന്നു. നമുക്ക് ഒന്നും കൂടി അടുക്കളയിൽ പോയിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ പണിയൊന്നും എന്റെ പേര് നഞ്ചു. ഇതൊന്ന് ഇറച്ചിപ്പത്തിരി, ഇത് മറ്റേ സാധനം, ഇത് എന്തോ സാധനം, പേരൊന്നും അറിയില്ല. തിന്നാ പോരെ. ഓക്കെ, നോമ്പ് കാലത്ത് ഏറ്റവും സ്പെഷ്യൽ ഐറ്റമാണ് അല്ല ഉന്നക്കായി. ഉന്നക്കായി ഇല്ലാത്ത നോമ്പ് പറയുന്നത് ഫുള്ള് സെറ്റപ്പാണ്. ഫുള്ള് സെറ്റപ്പാണ്. മുട്ടപ്പാള പേരൊന്നും ഇന്നേ വരെ ഞാൻ കേട്ടില്ല. എന്താണ് പുണ്യക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഇത് മൊത്തം തിന്ന് തീർക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങരുത് എന്നാണ് സാന്ദ്രൊക്കെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും നോമ്പ് മുറിച്ചാൽ മതി എന്നാണ് സാന്ദ്രക്കുള്ളത്. തൻസു അതിപ്രൊഫഷണൽ ആയിട്ട് മുറിക്കുന്നത് നമുക്ക് കാണാം. പ്രൊഫഷണൽ പാവം കത്തിയാണ് കഴിച്ചത്. എന്താണ് താങ്കൾ എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുമ്പോൾ താങ്കൾ എന്താണ് ഫോണിൽ തോണ്ടി നിൽക്കുന്നത്? വീട്ടില് നെറ്റില്ല, ഇവിടെ കിട്ടി, വൈഫൈ കിട്ടി, അതാണ് പ്രശ്നം. അത് എന്തോ സാധനം വയലറ്റും മഞ്ഞ അതിനകത്ത് വെള്ളമായി കൈ തുറക്കുകയായിരുന്നു. അതെ, ഇത് തന്നെ കണ്ടോണ്ടിട്ട് ആൾക്കാർ ഇവരൊന്നും മുറിക്കുന്നുണ്ടല്ലോ. കണ്ടന്റ് എന്തെങ്കിലും ആക്കി തൻസൂൺ എന്നാണ് പറയാനുള്ളത്.
ഈ അതിതീവ്രമായ ചൂട് കാലത്ത് മഴ പെയ്തപ്പോൾ ആശ്വാസമുണ്ടോ? ഇല്ലേ? ഇത്രയും ഉച്ചക്കത്തെ പ്ലസ് ടു പബ്ലിക് എക്സാമിന് നട്ടുച്ചക്ക് 1:30ക്കാണ് ഗൈസ് നമുക്ക് എക്സാം. 1:30. ഈ 1:30 നമ്മള് പൊള്ളുന്ന വെയിലത്തിൽ നടന്നു സാന്ദ്രക്ക് എങ്ങനെ തിന്നാ മതി. വീഡിയോ എടുക്കണം. ഫുഡ് നിർത്തിട്ട് പാൽ കൊടുത്തിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നേ പോകില്ല. തഞ്ചു ഞാൻ എന്തോ ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഇതൊക്കെ നമ്മളെല്ലാം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് തഞ്ചു നീ ഒരു അവസരത്തിൽ പറയാനുള്ളത്? വളരെ സന്തോഷം. ബാക്കി വരാത്തവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ ഇവിടെ വെള്ളയായിരുന്നു, ഇത് കാറി. ഒരു നോമ്പെടുത്തിരിക്കുന്ന ഒരു കുട്ടി പറയാമല്ലേ ഇത്? പറയാൻ പാടില്ല നോമ്പ്. നമുക്ക് എടുത്തിട്ട് പോവാം. എന്താ പാട്ടെന്തൊരു കരുണ്ട് പാട്ടാണ്. സാന്ദ്ര പാട്ടാണ്. എല്ലാരും നമ്മളെല്ലാരും പോവാണ് ഗൈസ്. ഫോണ് താഴെ പോകുന്ന എനിക്കറിഞ്ഞൂടാ. ആ നോട്ട കിട്ടിയോ അമ്മോ? സാന്ദ്ര ഇപ്പൊ ഇറച്ചിപ്പത്തി അത്രേ ഉള്ളൂ. അതങ്ങനെ ചോദിച്ചാൽ ഓ മൈ ഗോഡ് ഗൈസ്, നല്ല മഴയും കൂടെ പെയ്യണം. നല്ല മഴയും കൂടി വന്നാ എല്ലാരും കാണും. നിങ്ങൾ കണ്ടു കൊതില്ലേ? എന്താ നമ്മൾ പറയാ തരിച്ചു പൊറ്റക്കാരല്ലേ ഇപ്പഴത്തെ പിടിക്കല്ലോ. ഞാനതല്ല, ഐ ആം സ്ട്രൈറ്റ് ബട്ട് ഷീസ് ലെസ്ബിയൻ. പറയൂ. വെള്ളത്തിന്റെ വ്ലോഗാ? ഓ ഗൈസ്, നമുക്ക് വെള്ളത്തിന്റെ വ്ലോഗ് എടുക്കാം. എന്താണ് തനിച്ചു വെള്ളമായിട്ടുള്ളത്? ഇല്ല. സാന്ദ്ര, ആർ യു എക്സൈറ്റഡ്? ആർ യു എക്സൈറ്റഡ്? വൈ ആർ യു എക്സൈറ്റഡ്? അച്ചോ, യു എക്സൈറ്റഡ് ഫോർ വാട്ട്? ഓക്കെ. ഇതിനകത്തെന്താ സാധനം ചോദിച്ചു? ഇനി ഇപ്പഴത്തെ പ്ലെയിൻ ക്ലാസ്സോട് കാണുന്നില്ല. ആവി കൂടുന്നിടം വരെ ബ്രോ ഡസൻ ഹാവ് ബ്രെയിൻ. നിങ്ങളത് കാര്യമാക്കണം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മളെ എമ്പുരാന് നമ്മളെ എമ്പുരാന് പോകാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുത്ത് എല്ലാരും വരുന്നില്ല ചോദിച്ചപ്പോ ഇവളാദ്യം അവിടെ ഞാനെന്താ പറഞ്ഞ സെറ്റ് 11 ടിക്കറ്റ് ബുക്ക് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഞാനില്ല. എന്റെ ഡാൻസിന്റെ ടീച്ചർ പറഞ്ഞ് എമ്പുരാനിലെ പിശാശുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞാണ് ഒന്നും കുഴപ്പമില്ല ആണ്, എനക്ക് പേടിയാണ്. ടീച്ചർ പറഞ്ഞു അതെന്തെങ്കിലും കാര്യമുള്ളതുകൊണ്ടല്ല ടീച്ചർ, എനക്ക് പേടിയാണ്, ഞാനില്ലാണ്. പിശാശ് വർഷം 2025 മാർച്ച് 27 ഇറങ്ങാൻ പോകുന്ന സിനിമ സയൻസ് പഠിക്കുന്നത്. എന്നിട്ട് വന്നു കേട്ടാ, എന്നിട്ട് എങ്ങനെയാണ് താങ്കളുടെ മനസ്സ് മാറിയത്? എങ്ങനെയാണ് പറയുന്നത്? ഷൈ ആയി ഗൈസ്. ഇവളെ അനിയത്തിയും വീട്ടിൽ ചെന്നിട്ട് വരുന്നുണ്ട്. ഓളെ പൈസ എടുക്കും. ഇന്ന് വരാൻ വേണ്ടി ഇത് അടിയായിരുന്നു. ലൈൻ കട്ട്. ഇവളെ ഞാൻ എന്റെ മറ്റേ സെറ്റ് ഇവളെ മറ്റേ സെറ്റിനെ ചോദിച്ചോളൂ തന്നിട്ടില്ല. ഇത് അടിയാണ്. എന്റെ തോന്നാൻ കൂടുതൽ ഇങ്ങോട്ടേക്ക് ഫാമിലി പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാവാം. പുച്ഛമില്ല, നീ പുച്ഛിച്ചിട്ട് കാര്യമില്ല. എമ്പല്ലാലും പിശാചി പറഞ്ഞ പൂക്കി ഗൈസ്.
കണ്ടോ നോക്ക്, ഇതിൽ കാണുന്ന പോലെ ഇതല്ല guys. ഇവളെ ക്യൂട്ട്നെസ് കാണണമെങ്കിൽ സ്കൂൾ പരിപാടിക്ക് ഡാൻസിന് കാണണം. എക്സ്പ്രഷൻസ് നമുക്കില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വ്ലോഗ് ഇട്ടപാട് നമ്മൾ ഇതെല്ലാം ഇടാം. ആനിവേഴ്സറിക്ക് ഡാൻസ് വെച്ച വ്ലോഗ് ഇടാം. പ്രാക്ടീസും ഡാൻസും എല്ലാം. കണ്ടാ ഇതാണ് അവള്, കണ്ടാ ഈ കഴിവുള്ളവളാണ് ആ കാണുന്നത്. കുച്ചിപ്പുടി ഫസ്റ്റ് സബ് ജില്ല, ഭരതനാട്യം സബ് ജില്ല, ജില്ലാ പാർട്ടിസിപ്പന്റാണ്. ജില്ലയിൽ കണ്ടോ ജില്ലയിൽ തേർഡൊക്കെ കിട്ടി. സച്ചിൻ കഴിവ് കേട്ടാ പറയോ പഠിപ്പിയാണ്. അതെ, ഇതെല്ലാം പഠിപ്പിയാണ് ഞാനും. പിന്നെ ഇതിനെ കൊണ്ട് അത് നീ വലിയ സ്റ്റിക്കർ പോലെ നമ്മുടെ കൂട്ടത്തിന് ബാക്കി എല്ലാരും ഒരു ഗതിയുള്ളവരാ. നമ്മള് ഇതൊന്നും സാധനം, ഇതൊന്നും സാധനം പറ. അത് ബത്തക്ക ജ്യൂസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഒഴിക്കും. നല്ല പേര്. അതങ്ങനെ ഗൈസ് കണ്ടോ, അങ്ങോട്ടൊഴിക്കുന്നു, ഇങ്ങോട്ടൊഴിക്കുന്നു. രണ്ടാമത്തെ ഗ്ലാസ്. മൂന്നാമത്തെ ഗ്ലാസ്. അതെ, അവരുടെ പള്ളിയിൽ പോയി. പള്ളിയിൽ നിന്ന് പൊറോട്ടയും എന്തോ ആവുള്ളൂ, ചിക്കനോ ബീഫോ എന്തോ. പിന്നെ എന്ത് വേണം അതല്ലേ ബാക്കി കഴിക്കുന്നത്. ഒരു ദിവസം അടുത്ത ജ്യൂസ് ഗൈസ്. ഇതിന്റെ പേരെന്താ മനസ്സിലാവും? എന്റെ പേര് ഷമ മുഹമ്മദ്. മറ്റേ വേറെന്താ? ഷമ മുസ്ലിം ചോയില്ലേ? ഷമ. വേറെ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നു. നമ്മൾ എന്ത് കിട്ടാൻ? ഓക്കെ, എന്തോ പറഞ്ഞായിരുന്നു. അതായത് അടുത്ത പൂർത്തി ഇത് അനുപമയുടെ ബെസ്റ്റിയാണ്. ആരാ പറയുന്നേ? നീയല്ലേ? ഗതികേട്. നിന്നോടത് പറഞ്ഞ മുത്തിയമ്മ. നമുക്ക് സ്നാപ്പ് ആയിട്ട് സമാധാനം കിട്ടും. അവള് വേറെ എടുക്കാൻ പോയി. നമുക്ക് ലൈറ്റ് ഒക്കെ ഇടാം. എടുക്കട്ടെ? നമ്മൾ ഓരോ ഗ്ലാസ് എടുക്കും. നല്ല കഷ്ടപ്പാട് കഴിച്ചു. എടുക്ക്. എല്ലാരും എടുത്ത് നമ്മളിത് മുകളിലോട്ട് കൊണ്ടു. നമുക്ക് എസ്തറ്റിക് ആയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ മഴ പെയ്ത സ്വിച്ച് അങ്ങ് ഇടുവോന്ന് പറഞ്ഞോളൂ. ഏതോ ഫ്ലാഷ് അടിക്കുന്ന തൽക്കാലം. ഗൈസ് കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഫുഡ്. ഞാൻ ഗ്രൂപ്പിലിടാം. യെസ്, ഫുഡിന്റെ ലൈറ്റ് വന്നു ഗൈസ്. കണ്ടോ, ഫുൾ വൈബാണ് ഗൈസ്. വിളിച്ചിട്ട് എല്ലാരും തുള്ളുന്നു ഗൈസ്. വാങ്ങി വിളിച്ചപ്പോ സാന്ദ്രം നമുക്ക് ഇരിക്കാം. നമുക്ക് ഇരിക്കാം. ഞാൻ മാത്രം ഈ സൈഡിലാ. ഡിസ്പ്രഷൻ. നമ്മൾ നോമ്പ് മുറിക്കാൻ പോകുന്നു ഗൈസ്. നോമ്പെടുക്കാൻ നമ്മൾ നോമ്പ് മുറിക്കുന്നു. ഞാൻ വെള്ളം ഷെയ്ക്ക് അങ്ങനത്തെ കുടിച്ച നോമ്പ്. ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഒരു ഫലൂദ. ഓക്കെ, തൻസു വന്ന് നമ്മൾ ഈത്തപ്പഴം, ഫസ്റ്റ് ഈത്തപ്പഴം. നമുക്ക് പറഞ്ഞതാ ഈത്തപ്പഴം എല്ലാവരും തിന്നേ. നമുക്ക് തിന്നാം. ഈത്തപ്പഴം തിന്നതിന്റെ പിന്നിലെ ശാസ്ത്രം എന്താണ്? നമ്മൾ
നമ്മൾ തിന്നാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ എടുക്കുന്നുണ്ടോ മുന്നേ? എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങാൻ തിരിയുന്നില്ല. വ്ളോഗിനാണ് എടുക്കുന്നത്. സിനിമാറ്റിക്കിൽ എടുത്തു നോക്കിയത് നീ പറഞ്ഞപ്പോ സിനിമാറ്റിക് ഓർമ്മ. അടിപൊളി ഫുഡ്. എനിക്ക് ഇറച്ചിപ്പത്ത. അങ്ങനെ ഫുഡ് കഴിക്കുന്ന തിരക്ക്, അത് കഴിഞ്ഞിട്ട് വ്ളോഗ് എടുക്കാം. നമ്മള് കൊറേ തിന്ന് കണ്ട പ്ലേറ്റ് എല്ലാം കാലിയായി തുടങ്ങി. കാര്യമായിട്ടില്ലെങ്കിലാണ് സാന്ദ്ര ഉണ്ടാവുന്ന കാര്യം. നിങ്ങൾ ഇതിനകത്ത് ഭക്ഷണം ബാക്കിയുള്ള എങ്ങനെ ചെയ്യാം? തനിച്ച് നമ്മളെ ചെറുതായിട്ട് ഇത് പറ്റിച്ചു. നമ്മൾ വിചാരിച്ച് ഈ നിരത്തി വെച്ചിരിക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ. എന്നിട്ട് എല്ലാം മൃഷ്ടാനെ മടിച്ച് കയറ്റി പ്ലേറ്റ് എല്ലാം കാലിയായപ്പോ പറയുന്നു ഇനി ബിരിയാണി. ഇവര് ഇടക്കാരാ പ്ലേറ്റ് തീർന്നത്. അങ്ങനെ വിചാരിച്ചേ. പിന്നെ രാത്രി നിങ്ങൾ ചോറ് അതിപ്പോൾ ഇതിലേക്ക് ഉദ്ദേശിക്കുന്നത് നല്ല ഫുഡാണ് ഗൈസ്. തീർന്ന വെച്ച ഇതിനകത്ത് പുണ്യ സോസ് ഉണ്ടാക്കി തിന്നു. ഞാൻ ഓട്ടിസം പിടിച്ചാലാ എന്റെ കൈയില്ല. നല്ല ഫുഡാണ്. ഏതെല്ലാം തനിച്ചു ഉണ്ടാക്കിയ നല്ലതാണ് ഗൈസ്. വെറുതെ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും പറയാനില്ല. ആ കേസാണ് ഇഷ്ടമായിട്ടില്ല, ബാക്കിയുള്ള ഇഷ്ടം. അത് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല. ഒരു മറ്റേ എനിക്ക് നെയ്ച്ചോറ് ഇഷ്ടമല്ല. ഇതിന്റെ മുട്ടയില്ലേ, മുട്ട അതിന്റെ അടിച്ചു പായ, ഇതിന്റെ കൈപ്പോളില്ലേ, എല്ലാം അറിയാതെ ഗ്ലാസ് മാറ്റോളം മൊത്തം ഉണ്ട്. ഇവിടെ ലാസ്റ്റ് വരെ അമ്മമ്മ ബേക്കറിയിൽ ഉണ്ടാവും. ഇവിടെ സ്കൂളിൽ കൊണ്ടുപോയി ഒരു മറ്റേ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിട്ടില്ലേ, അതിന് പണ്ട് എനിക്ക് തനിച്ചൊരു ബാറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾക്ക് അത് മാത്രമേ ഓർമ്മയുള്ളൂ. ബാറ്റിന് അടിയായിരുന്നു കഴിച്ചത് ഉച്ചക്ക്. ഇവിടെ നമ്മളെ കൂട്ടത്തിലേ ഇല്ല. പുണ്യ നമ്മുടെ സ്കൂൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് ഏതെല്ലാം പിള്ളേരെ കളിയാക്കിയിട്ട് പുണ്യ കരഞ്ഞോണ്ട് ശാന്തനികേതനിൽ പോയി CBSE സ്റ്റേറ്റ്. ഒന്നും രണ്ടില്ല വാങ്ങിയതാ. നീ പിന്നെ വീട്ടിൽ പോയി സന്തോഷിച്ചിട്ട് കളിയാക്കി. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെയല്ലോ എടാ ഞാൻ ഡെയിലി കളിച്ചില്ലായിരുന്നു വീട്ടിൽ പോയിട്ട്. ആണോ? ഞാൻ പണ്ട് അന്നെ റിസ്വാൻ മറ്റേ പട്ടിയെന്ന് വെച്ചിട്ട് ഞാൻ പോയിട്ട് ചീത്ത അറിഞ്ഞിട്ട കാറ്റുണ്ട്. പറ തൻസോ, കമോൺ. റിസ്വാന്റെ പേര് വിളിച്ച് സച്ചിനെ കളിയാക്കി. എക്സ്ക്ലൂസീവ് എന്നിട്ട് അവിടെ കരുതി അറിയിലേക്ക് റിസ്വാൻ പൂക്കത്ത്. ഐഫോൺ അല്ല, എന്നെ പട്ടിഷുവാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7ാം പുണ്യ ഫോൺ iPhone 13. ഓ മൈ ഗോഡ്. കവറില്ല കേട്ടോ, കവറില്ല. അത് കവർ കീറി പോയിട്ട് മേടിക്കാൻ പൈസ ഇല്ല. അമീർ ഖാൻ തന്നെ. പക്ഷെ പ്രണവ് മോഹൻലാൽ ഉണ്ട്. നിങ്ങള് മറ്റേ SRK അഭിനയിച്ചിട്ട് സീൻ കട്ട് ചെയ്ത് കളഞ്ഞു. പാവം. ട്രിപ്പ് ഫുഡ് വന്നു. ഇറച്ചി, കല്ലുമുക്ക, ചിക്കൻ ഫ്രൈ. എന്നാ നമ്മള് വ്ലോഗ് കട്ട് ചെയ്തുമ്പോഴാണ് നമ്മള് ശരിക്കും ചിരിയെല്ലാം വരുക. നമ്മള് ചിരിച്ചിരിച്ച് കിണ്ണിയെല്ലാം വേറെ 1.5 മണിക്കൂർ എത്ര തിന്ന് കഴിഞ്ഞപ്പോ മുതൽ ഇരുന്ന് ഓരോരോ കാര്യം പറയലും ചിരിച്ചിരിച്ചിരിച്ചിരിച്ച്
എനിക്ക് ചിരിച്ചിട്ട് എന്തോ ആവുന്നു. അർച്ചന ചിരിക്കുന്ന കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. അർച്ചനന്റെ ചിരി പട്ടി ചോറ് അനുപമ പഠിപ്പിച്ച ക്യൂട്ടിനെ സ്ഥലം ഇത്. അതാ തനിച്ചറിയും വിളമ്പി തരുന്നത്. എനിക്ക് ഞാൻ വിളമ്പിക്കോളാം, ബിക്കോസ് എനിക്ക് കുറച്ച് ചിരിച്ചിട്ട് വയറ് അണക്കും. നമ്മളിനി ബിരിയാണി ആണ് നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് ഫുഡ്. നമ്മൾ തിന്നൊന്നും മടുക്കും. നമുക്ക് കുറച്ച് മതി. താനൊരു വിളമ്പക്കാരിയായി, എനിക്ക് ഞാൻ വിളമ്പട്ടെ. അതെ, കളയപ്പ. അനുപമേന്റെ ബെസ്റ്റിക്ക് തനിച്ച് വിളമ്പി കൊടുക്കുന്നു. അനുപമേന്റെ ബെസ്റ്റി എല്ലാവർക്കും അതറിയാം. അതാവും നമ്മളെ എല്ലാ സ്കൂളിൽ എല്ലാവർക്കും തന്നെ. ഞാൻ വെള്ളം പെട്ടുപോയിരുന്നു. അല്ല, എന്നെ ഞാൻ സ്വന്തം ഇഷ്ടത്തിന് വന്നിരുന്നതാണല്ലോ. പക്ഷെ നിങ്ങളിങ്ങനെ കമ്പനിയായി. തൊണ്ടക്കുളങ്ങി ചാവ് വരും. എന്തോ കഴിഞ്ഞു. ബിരിയാണി തിന്നിട്ട് മത്ത് പിടിച്ചിട്ട് തിന്നു തരാൻ വേണ്ടിട്ട് എണീച്ചിരുന്ന് തിന്നു. ശരി, നേരത്തെ നമ്മള് ജൂബിലി ചാക്കോ ഞാൻ ഈ നേരത്തെ വെള്ളം എടുക്കാൻ കഷ്ടപ്പെട്ട പാട് അറച്ചത് ഞാൻ രണ്ടുപേരും കൂടിയിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. ജൂബിലി ചാക്കോ എൻട്രി കാണുന്നുണ്ടോ? നിങ്ങളിത് കാണുക. ഇപ്പൊ അവര് വിചാരിക്കുന്നുണ്ട് ഇതെല്ലാം എഴുന്ന് കേറി വരുന്നു. ഇപ്പൊ ആരെങ്കിലും കേറി വരുന്ന ചെയ്തതായി. നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. ഓട്ടിസം തുടങ്ങി. നമ്മൾ അതിനകത്ത് എടുക്കാം, ഐഫോണിന്റെ എടുക്കാം. ഇത് ആൻഡ്രോയിഡ് ആണ്, ഇത് കൊള്ളില്ല. നമ്മളൊക്കെ എപ്പം വന്ന് 6:15 വന്നു. ഇപ്പൊ സമയം 9 മണി ആയാ? 9 മണിയായി. 8:57. ആ, 2 മിനിറ്റ് കൊണ്ട് 9 മണിയാവും. 3 മിനിറ്റ് കൊണ്ട് 9 മണിയാവും. നമ്മൾ കൊറേ ഇത് ചിരിക്കുന്നേ. സർപ്രൈസ് എൻട്രി. എനിക്ക് ആള് കുറ്റം പറയുന്നുണ്ട്. മൂടെ പോച്ചു കളഞ്ഞു. നമ്മളിപ്പോ വീട്ടിൽ പോകും. അപ്പൊ നമ്മള് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ലാസ്റ്റ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ എന്നേനും നോമ്പ് തറ വ്ളോഗ് അത് തൻശ്രീ എന്നെ എഡിറ്റ് ചെയ്യും. തൻശ്രീ എഡിറ്റ് ചെയ്യും. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു തൻശ്രീ ബാബുരാജ്. സ്പെഷ്യൽ വ്ലോഗ് വരുന്നതാണ്. നമ്മള് കുടുകുടാ വ്ലോഗ് ആയിരിക്കും. എല്ലാരും ആ വ്ലോഗ് കാണുന്ന വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാരും സ്റ്റേ ട്യൂൺഡ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കുത്തി പൊട്ടിക്കൂ, ബെൽ ബട്ടൺ കുത്തി പൊട്ടിക്കൂ. ഇല്ല കിളി, നിങ്ങൾ എന്റെ ഒച്ച കേൾക്കുന്നില്ലേ? അത് മതി. അപ്പൊ നമ്മൾ നാളെ എമ്പുരാന്റെ വ്ളോഗുമായി വരുന്നത് വരെ ലൈൻ കട്ട്